ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം, അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദൈവിക മഹത്വങ്ങളെ കാണുവാനും കർത്താവിനെ കൂടുതൽ പരിചയപ്പെടുവാനും ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഇന്നലെ നമ്മൾ പഠിച്ചതായിരിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ അകത്ത് ഒരു ജലപ്രളയം വരുന്നതായിട്ടും നോഹയും കുടുംബവും ദൈവം ആ പെട്ടകത്തിനകത്ത് കയറുവാൻ അവരോട് കൽപ്പിക്കുകയും അവർ കയറുകയും ദൈവം അതിൻ്റെ വാതിൽ അടയ്ക്കുകയും അതിനുശേഷം ആഴിയുടെ ഉറവുകളെ തുറക്കുകയും തുടർന്ന് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് പ്രളയം വരുത്തുകയും ചെയ്തിട്ട് ദൈവം ഒരു ശേഷിപ്പ് ഈ ഭൂമിയിൽ വെച്ചത് നോഹയും കുടുംബവുമായിരുന്നു. കരയിലുണ്ടായിരുന്ന സകല മൂക്കിൽ ശ്വാസമുള്ള സകലതും നശിച്ചു പോയതായിരിക്കുന്ന സമയത്ത് ദൈവം ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്ത നോഹയും കുടുംബവും അത് ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഇന്നലെ അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ദൈവം നോഹിയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ദൈവം ഓർത്തു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. ദൈവം മറക്കുന്ന ദൈവമല്ല, ഒന്നും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. ദൈവം നമ്മളെയും ഓർക്കുന്ന ദൈവമാണ്. വചനത്തിൽ നമ്മൾ ഒരിടത്ത് വായിക്കുന്നുണ്ട്, തന്നോട് കാണിക്കുന്ന സ്നേഹം, തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം ദൈവം മറന്നു കളയുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞപ്പോൾ അനുസരിച്ച നോഹയെ ദൈവം അവിടെ ഓർക്കുവാനായിട്ടിടയായി തീർന്നു. ആ പെട്ടകത്തിലുള്ള സകലത്തെയും ഉണ്ടായിരുന്ന സകലത്തെയും ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ആ ദൈവം ഓർത്തപ്പോൾ ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം ഭൂമിയുടെ മേലെ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലയ്ക്കുവാനിടയായി തീർന്നു. ആഴിയുടെ ഉറവുകൾ ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടയുവാനായിട്ടിടയായി തീർന്നു. ആകാശത്ത് നിന്നുള്ള മഴ നിൽക്കുവാനിടയായി തീർന്നു. ദൈവം ആ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവമാണ് അതിനെ ആഴിയുടെ ഉറവുകളെ തുറന്നുവെന്ന് ഇന്നലെ നമ്മൾ കണ്ടു. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു എന്ന് കണ്ടു. എന്നാൽ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുമ്പോൾ ആഴിയുടെ ഉറവുകൾ അടഞ്ഞു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു. ദൈവം ഓർക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ടിടയായി തീരും. തൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്തിരിക്കുന്ന ഭക്തന്മാരെ ദൈവം ഓർക്കും. അവരുടെ ചുറ്റുപാടും നിന്നായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം അവരെ വിടിപ്പിക്കുവാൻ ശക്തനാണെന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ കാറ്റടിക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ ആ ചുറ്റുപാടും ആ മഴ പെയ്ത് പൊങ്ങി നിൽക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോഴും, പ്രിയമുള്ളവരെ, നാം പെട്ടകത്തിനകത്താണ് എങ്കിൽ നാം എപ്പോഴും സേഫാണ്. ഈ പെട്ടകം ക്രിസ്തുവിനെയാണല്ലോ കാണിക്കുന്നത്. ആ പെട്ടകത്തിൻ്റെ അകത്ത് നമ്മളായിരിക്കുന്നുവെങ്കിൽ നമ്മളും വളരെ സേഫായിട്ട് അതിനകത്തിരിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം ഓർക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദൈവം നമ്മളെ മറന്നു കളയുന്നു എന്നല്ല, ചില ദൈവിക പ്രവർത്തികളിലേക്ക്, ചില കാര്യങ്ങളെ ദൈവം ഓർത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം തന്നെ അതിൻ്റെ 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്ക് ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. ദൈവം സോദോം ഗൊമോറ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുക. ഇതുപോലെ തന്നെ മനുഷ്യരുടെ ദുഷ്ടത പെരുകി അവർ ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ചെയ്തു കഴിയുമ്പോൾ ദൈവം ആ ദേശത്തെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം അബ്രഹാമിനെ ഓർത്തു. ആ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം അബ്രഹാമിനെ ഓർത്തിട്ടാണ് ലോത്തിനെ വിടുവിച്ചത്. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. നോഹയെ ദൈവം ഓർത്തു. നോഹയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ പെട്ടകത്തിൽ അവരെല്ലാം പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാമിനെ ഓർത്ത് ലോത്ത് രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വചനങ്ങളാണ് ഈ വചനങ്ങൾ. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നോഹയുടെ അനുസരണം പോലെ, അബ്രഹാമിൻ്റെ അനുസരണം പോലെ, അന്നത്തെ കാലത്ത് മനുഷ്യരെല്ലാം വക്രത കാട്ടി നടന്ന സമയത്ത് അനുസരണത്തോടെ നടന്ന് ഇവരെ ദൈവം മാനിച്ച് കൂടെ ചേർത്ത് പിടിച്ച് സ്നേഹിതന്മാരെ പോലെ കൊണ്ടു നടന്നതായിരിക്കുന്ന ദൈവം ഇന്ന് ആ സാന്നിധ്യത്തിൻ്റെ അകത്ത് നാം നിൽക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവർ, നമ്മളുടെ നിമിത്തം
മറ്റുള്ളവരോട് കൂടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് കൂടെ കരുണ തോന്നുന്ന നിലവാരത്തിലേക്ക് ചില അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്കൊരു കാര്യം ഉറപ്പുവരുത്താം, നമ്മളും ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നവരായി, അത് ആ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാൻ ഒരു ദൈവകൃപ തരണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം റാഹേലിനെ ഓർത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം തന്നെ 30-ാം അധ്യായം 22-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു അവളുടെ ഗർഭത്തെ തുറന്നു. അവൾക്ക് മക്കളില്ലാതിരുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവം അവളെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നോഹയെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചവനായിരിക്കുന്ന ദൈവം, റാഹേലിനെ ഓർത്ത ദൈവം നമ്മളെയും ഓർക്കുവാൻ ഇടയായി തീരട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് 23 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്കറിയാം, മിസ്രൈം രാജാവ് ഇങ്ങനെ മാറി മാറി വരുന്നതായിരിക്കുന്ന സമയത്ത് ആ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ആ ഉണ്ടായിരുന്ന മിസ്രൈം രാജാവ് മരിച്ചു. അത് കഴിഞ്ഞിട്ട് പുതിയ രാജാവൊക്കെ വന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ച് അങ്ങനെ കരഞ്ഞ് ദൈവസന്നിധിയിൽ കരയുന്നതായിരിക്കുന്ന സമയത്ത് അവരുടെ നിലവിളി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ദൈവം ഓർത്തു. അവരുടെ നിലവിളി കേട്ടപ്പോൾ ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളെ, ചില നിയമങ്ങളെ ദൈവം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളും ഇന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന സമയത്ത് നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം ഓർക്കുവാനിടയായി തീരും. ദൈവം അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം അവിടെ താഴെ ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം ഇസ്രായേൽ മക്കളെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആ യാക്കോബിനോടും ഇസഹാക്കിനോടും അതുപോലെ അബ്രഹാമിനോടും തനിക്കുള്ളതായിരിക്കുന്ന നിയമം ദൈവം ഓർത്തപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിൻ്റെ 9-ാം വാക്യം, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതണം. എന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഗംഭീരധ്വനിയായി കാഹളമൂതുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ, അതായത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ആ ശത്രുവിൻ്റെ പോരാട്ടങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ ഏതുമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവട്ടെ, ജോലിയില്ലാത്ത അവസ്ഥകളാകട്ടെ, തലമുറയുടെ വിഷയങ്ങളാകട്ടെ, കുടുംബജീവിതത്തിലെ വിഷയങ്ങളാകട്ടെ, ഒരുപക്ഷെ നമ്മുടെ ഓഫീസിലെ വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളാണ് എങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾ ആ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നമ്മളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളമൂതണം. നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ആ ഒരു കാഹളമൂതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങണം. ശത്രു അത് കേൾക്കണം. നമ്മൾ ജയത്തിൻ്റെ ഘോഷം മുഴക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവം നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ദൈവം നമ്മളെ ഓർക്കുവാനായിട്ടിടയായി തീരും. അതുപോലെ പ്രിയമുള്ളവർ, നമ്മൾക്ക് ആയിരിക്കാൻ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഊതേണ്ടതായിരിക്കുന്ന ആ കാഹളം ഗംഭീര ധ്വനിയായി ഊതുവാൻ, ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ശക്തിയോടെ ചലിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അധികമായി ശക്തീകരിക്കട്ടെ. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. മേലേക്ക് കയറിക്കൊണ്ടിരുന്നതായിരിക്കുന്ന വെള്ളം ഈ 8-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ കയറിയത് 8-ാം അധ്യായത്തിൽ താഴേക്ക് ഇറങ്ങിയതായി കാണുവാനായിട്ട് കഴിയും. ഇതിനുശേഷം താഴേക്ക് ഇറങ്ങി, വെള്ളമെല്ലാം ഇറങ്ങി, നോഹയെല്ലാം അവിടെ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ ദൈവം കൽപ്പിച്ചു. അവരിറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം ഒരു യാഗപീഠം, ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം ആ നോഹ പണിത് അവിടെ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന്, ആ പർവ്വജാതികളിൽ നിന്നൊക്കെ ചിലത് എടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു എന്ന് കാണാം.
ഈ ഹോമയാഗം, ഈ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ ദൈവം തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കത്തില്ല. മനുഷ്യൻ്റെ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കത്തില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം ദൈവം അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോവുകയില്ല എന്ന് ദൈവം അവിടെ ഡിക്ലെയർ ചെയ്യുന്നു. എന്താണ് ഈ ഒരു ഡിക്ലറേഷൻ്റെ പിന്നിലെ കാരണമെന്ന് ചോദിച്ചാൽ, നോഹ അനുസരണമുള്ളതായിരിക്കുന്ന നോഹ അനുസരിച്ചു വെളിയിൽ വന്നു. ദൈവത്തിന് ആ സൗരഭ്യവാസന മണത്തപ്പോൾ ആ ഒരു യാഗത്തിൻ്റെ വാസനയായിരുന്നില്ല ആ സൗരഭ്യവാസന എന്ന് പറയുന്നത്. അത് ഒരു അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും, നോഹയ്ക്ക് ദൈവഭയത്തിൻ്റെയും നോഹയ്ക്ക് ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ ഒരു വലിയ ആദരവിൻ്റെ സൂചകമായിരുന്നു ആ ഒരു യാഗം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കും ഇതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഇന്ന് തിരുസന്നിധിയിലായിരിക്കാം. കേട്ട വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഇന്നത്തെ ഈ വചനം ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സകലതും സമർപ്പിക്കുന്നു. ആമേൻ.